അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. ഈ ആണുങ്ങൾക്ക് മാത്രം എന്താ ഇത്ര അധികം നെറ്റ് കെയറിലും ഹെയർ ലോസ് ഒക്കെ ഉണ്ടാവണേ? ആണുങ്ങളുടെ ഹെയർ ലോസിന്റെ മേജർ റീസൺസ് തന്നെ ഡിഫറെന്റ് ആണ്. സ്കാൽപ്പിലുള്ള 5 ആൽഫ റിഡക്ടേസ് എന്ന എൻസൈം നിങ്ങളുടെ ഹോർമോണുമായി ചേർന്ന് ഹെയർ ഫോളിക്കിൾസിനെ ചുരുക്കുന്നു. അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ മെൻ യൂസ് ചെയ്യൂ. പുരുഷന്മാർക്ക് വേണ്ടി ബയോടെക്നോളജി പ്രകാരം പ്രത്യേകം ഡെവലപ്പ് ചെയ്തത്. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 24 തിങ്കളാഴ്ച. പിണറായി മന്ത്രിസഭയിൽ പുതിയ മന്ത്രിയായി OR കേളു സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ കേളുവിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. മാനന്തവാടി MLA ആയ കേളുവിന് പട്ടികജാതി പട്ടികവർഗ വകുപ്പാണ് ലഭിക്കുക. മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടിയും അടക്കമുള്ളവർ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത OR കേളു സെക്രട്ടേറിയറ്റിലെത്തി ചുമതലയേറ്റു. വയനാട്ടിലെ വന്യജീവി ആക്രമണങ്ങൾ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ ഗൌരവമായി കാണുമെന്നും പ്രത്യേക ഉദ്യോഗസ്ഥനെ നിയമിച്ച് അതിനായി കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തിക്കാനുള്ള നടപടികൾ നടക്കുകയാണെന്നും ചുമതലയേറ്റ ശേഷം മന്ത്രി പറഞ്ഞു. വയനാട്ടുകാരുടെ പ്രതീക്ഷയ്ക്ക് ഒത്തുയർന്ന് പ്രവർത്തിക്കാനാകുമെന്നാണ് പ്രതീക്ഷയെന്നും മന്ത്രി പ്രതികരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെ വിമർശിച്ച് മുസ്ലിം ലീഗ് മുഖപത്രമായ ചന്ദ്രിക മോദിയുടെ തന്ത്രങ്ങളുടെ കോപ്പി പേസ്റ്റുമായാണ് മുണ്ടെടുത്ത മോദിയുടെ പടപ്പുറപ്പാടെന്ന് പറഞ്ഞുകൊണ്ടാണ് വിമർശനം. പിണറായി വിജയനെ ലക്ഷ്യം വെച്ചാണ് CPM നേതൃയോഗങ്ങളിൽ വിമർശനം ഉയർന്നതെന്നും സ്വന്തം മുഖം വികൃതമായത് മനസ്സിലാകാതെ മറ്റു പാർട്ടികളുടെ മുഖം വികൃതമാണെന്ന് വിളിച്ചു പറയുകയാണ് മുഖ്യമന്ത്രിയെന്നും ചന്ദ്രിക വിമർശിക്കുന്നു. തനിക്കെതിരെ CPMൽ ഉയരുന്ന വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുതയാണ് പിണറായി വിജയൻ മുസ്ലിം ലീഗിനെതിരെ തീർക്കുന്നതെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം. മുസ്ലിം ലീഗിന്റെ മുഖം നഷ്ടപ്പെട്ടോ എന്ന് നോക്കുന്നതിന് മുമ്പ് സ്വന്തം മുഖമൊന്ന് മുഖ്യമന്ത്രി നോക്കുന്നത് നല്ലതാണെന്നും അദ്ദേഹം പറഞ്ഞു. അങ്ങാടിയിൽ തോറ്റതിനെ അമ്മയോടെന്നതാണ് മുഖ്യമന്ത്രിയുടെ നിലപാടെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ മുഖ്യമന്ത്രി തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോവുകയാണെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. പിണറായി വിജയന്റെ നേതൃത്വം ഉള്ളിടത്തോളം കാലം CPM കേരളത്തിൽ രക്ഷപ്പെടില്ലെന്നും മുരളീധരൻ പറഞ്ഞു. തൃശൂരിൽ BJPയെ വിജയിപ്പിച്ചത് CPM ആണ്. ഒരു ഭാഗത്ത് BJPയെ കുറ്റം പറയുകയും മറുഭാഗത്ത് BJPയെ സഹായിക്കുകയും ചെയ്യുന്ന പ്രവണതയാണ് മുഖ്യമന്ത്രിയുടേത്. TP കേസിൽ ഒരു പ്രതിയെയും രക്ഷപ്പെടാൻ UDF അനുവദിക്കില്ലെന്നും അത്തരമൊരു നീക്കത്തെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടുമെന്നും അദ്ദേഹം പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് നേതാവ് KM ഷാജി. ഈ തെരഞ്ഞെടുപ്പോടെ മുഖം നഷ്ടപ്പെട്ട ഏക മനുഷ്യൻ പിണറായി എന്ന് KM ഷാജി പറഞ്ഞു. CPMന്റെ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണം പിണറായി എന്ന ഒറ്റ മനുഷ്യനാണ്. അത് ബോധ്യപ്പെട്ടതിന്റെ അസ്വസ്ഥതയാണ് പിണറായിക്കെന്നും താനല്ല കുഴപ്പം മറ്റുള്ളവരാണ് കുഴപ്പം എന്ന് വരുത്താനുള്ള പാഴ്വേലയാണ് പിണറായിക്കുള്ളതെന്നും KM ഷാജി വിമർശിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ CPM എറണാകുളം ജില്ലാ കമ്മിറ്റി യോഗത്തിലും അതിരൂക്ഷ വിമർശനമെന്ന് റിപ്പോർട്ടുകൾ. മകൾക്കെതിരായ ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ മൗനത്തിന് പാർട്ടി നൽകേണ്ടി വന്നത് കനത്ത വിലയാണെന്നും വിശ്വസനീയമായ മറുപടി മുഖ്യമന്ത്രി നൽകിയില്ലെന്നും ഇത് തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ മുഖ്യ കാരണമായുമെന്നാണ് യോഗത്തിൽ നേതാക്കളുടെ ഭാഗത്തുനിന്ന് വിമർശനം ഉണ്ടായതെന്ന് റിപ്പോർട്ടുകൾ. CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിലും മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷ വിമർശനമെന്ന് റിപ്പോർട്ടുകൾ. മൈക്കിനോട് പോലും അരിശം കാണിക്കുന്ന മുഖ്യമന്ത്രിയെ ജനം നിരാകരിക്കുമെന്ന് തെരഞ്ഞെടുപ്പ് ഫലം തെളിയിച്ചുവെന്നും ഈ പെരുമാറ്റ രീതി മാറിയേ പറ്റുവെന്നും ഇത് കമ്മ്യൂണിസ്റ്റുകാരനെ ചേർന്നതല്ലെന്നും ഭരണവിരുദ്ധ വികാരം തോൽവിയിൽ ആഞ്ഞടിച്ചുവെന്നും CPM പത്തനംതിട്ട ജില്ലാ കമ്മിറ്റിയിൽ വിമർശനം ഉയർന്നുവെന്നും റിപ്പോർട്ടുകൾ. തെരഞ്ഞെടുപ്പ് തോൽവിയിൽ മുഖ്യമന്ത്രിക്കും സർക്കാരിനും എതിരായ വിമർശനത്തിന് സംഘടിത സ്വഭാവമുണ്ടെന്ന് CPM സംസ്ഥാന നേതൃത്വം വിലയിരുത്തി. ആക്ഷേപങ്ങൾക്ക് പാർട്ടിക്ക് അകത്തോ പുറത്തോ മറുപടി നൽകി പ്രശ്നം വഷളാക്കേണ്ടതാണ് നേതൃതലത്തിലെ ധാരണ. നേതൃമാറ്റ ആവശ്യം തള്ളി MV ഗോവിന്ദൻ പാർട്ടിയുടെയും സർക്കാരിന്റെയും നെടുന്തൂണാണ് പിണറായി എന്ന് വിശേഷിപ്പിച്ചു. ക്രൈസ്തവ സഭകൾ തൃശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ പിന്തുണച്ചത് വിദേശ ഫണ്ടിന് വേണ്ടിയാണെന്ന് CPM തൃശൂർ ജില്ലാ കമ്മിറ്റി. വിദേശ ഫണ്ട് സ്വീകരിക്കുന്നതിലുള്ള വിലക്ക് നീക്കാമെന്ന് ധാരണയുണ്ടാക്കിയെന്നും വിലക്ക് പിൻവലിക്കുന്നതിനു വേണ്ടി തൃശൂർ സീറ്റ് BJPക്ക് നൽകുകയായിരുന്നുവെന്ന് ജില്ലാ കമ്മിറ്റി ആരോപിച്ചു. ന്യൂനപക്ഷ വിഭാഗങ്ങളെ വേട്ടയാടുന്നത് എതിർക്കുന്ന ഒരു വിഭാഗത്തിന്റെ വോട്ട് UDFിലേക്ക് പോയെന്നും യോഗം വിലയിരുത്തി. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തിറങ്ങണമെന്ന്.
നല്ല ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവിനെ റിപ്പോർട്ട് തേടിയത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ചട്ടപ്രകാരമെന്ന് ജയിൽ സൂപ്രണ്ടിന്റെ വിശദീകരണം. ടി.പി. കേസിലെ പ്രതികൾക്ക് ഇളവ് നൽകില്ലെന്നും ജയിൽ മേധാവി വ്യക്തമാക്കി. ശിക്ഷാ ഇളവ് നൽകാനായി 188 തടവുകാരുടെ പട്ടിക തയ്യാറാക്കി. അതോടൊപ്പം 188 പേരുടെയും വിടുതൽ സംബന്ധിച്ചും പോലീസിന്റെ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ഈ റിപ്പോർട്ട് പരിശോധിച്ച ശേഷമാണ് ഒഴിവാക്കൽ നടക്കുന്നതെന്നും ജയിൽ മേധാവിക്ക് നൽകിയ വിശദീകരണത്തിൽ സൂപ്രണ്ട് പറയുന്നു. കണ്ണൂരിൽ വീണ്ടും ബോംബ് കണ്ടെടുത്തു. ന്യൂ മാഹി പെരിങ്ങാടിയിൽ തലശ്ശേരി മാഹി ബൈപ്പാസിന്റെ സർവീസ് റോഡരികിലാണ് സ്റ്റീൽ ബോംബ് കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം കൂത്തുപറമ്പിലും സ്റ്റീൽ ബോംബുകൾ കണ്ടെടുത്തിരുന്നു. അതിനിടെ പാനൂർ ചെണ്ടയാട് റോഡിൽ സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചത് പരിഭ്രാന്തി പരത്തി. പൊട്ടിയത് ഏറുപടക്കമാണെന്നാണ് പോലീസ് പറയുന്നത്. ജാതി സംവരണം അവസാനിപ്പിക്കണമെന്നും ജാതി മത ഭേദമന്യേ എല്ലാവരെയും സമന്മാരായി കാണുന്ന ബദർ സംവിധാനം വേണമെന്നും NSS ബജറ്റ് സമ്മേളനത്തിൽ ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ മുന്നോക്ക വിഭാഗങ്ങളെ അവഗണിക്കുന്നുവെന്നും സുകുമാരൻ നായർ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് +1 ക്ലാസുകൾ ഇന്ന് ആരംഭിക്കും. മന്ത്രി V. ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ രാവിലെ സ്വീകരിക്കും. 2076 സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂളുകളിലാണ് ഇന്ന് ക്ലാസുകൾ ആരംഭിക്കുന്നത്. ഇത്രയും വേഗത്തിൽ +1 ക്ലാസുകൾ ആരംഭിക്കാൻ കഴിഞ്ഞത് വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശ്രമമില്ലാത്ത പ്രവർത്തനങ്ങളുടെ ഫലമായാണെന്ന് മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്ന മുദ്രാവാക്യങ്ങളോടെ KSU പ്രവർത്തകരുടെ പ്രതിഷേധം. തിരുവനന്തപുരത്ത് അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിക്ക് മുന്നിൽ വെച്ച് KSU പ്രവർത്തകർ തടഞ്ഞു. മന്ത്രിക്ക് നേരെ കരിങ്കൊടി വീശിയ പ്രവർത്തകർ മന്ത്രിയുടെ കാറിലും കരിങ്കൊടി കെട്ടി. പ്രതിഷേധിക്കുന്നവർ പ്രതിഷേധിക്കട്ടെ എന്നാണ് മന്ത്രി പ്രതികരിച്ചത്. പ്രതിഷേധത്തെ ചോദ്യം ചെയ്യുന്നില്ലെന്നും ഇത് അവരുടെ സമര രീതിയാണെന്നും പറഞ്ഞ അദ്ദേഹം പ്രതിഷേധത്തിനുള്ള അവകാശം എല്ലാവർക്കുമുണ്ടെന്ന് പറഞ്ഞു. മലബാറിൽ +1 സീറ്റിൽ പ്രതിസന്ധിയില്ലെന്നും എല്ലാവരും കണക്ക് നോക്കൂവെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. മലപ്പുറത്ത് ആവശ്യത്തിന് +1 സീറ്റുണ്ടെന്ന വിദ്യാഭ്യാസ മന്ത്രിയുടെ വാദം തള്ളി SFI ഇന്ന് കളക്ടറേറ്റിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചു. റാങ്ക് ജേതാക്കളെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ അണിനിരത്തി സമരം ചെയ്യുമെന്ന് MSFും അറിയിച്ചു. പ്രതിസന്ധി രൂക്ഷമായതോടെ വിദ്യാഭ്യാസ മന്ത്രി നാളെ വിദ്യാർത്ഥി സംഘടനകളുടെ യോഗം വിളിച്ചു. അതേസമയം വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടിക്കെതിരെ കരിങ്കൊടി പ്രതിഷേധം നടത്തിയ KSU തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് ഗോപു നെയ്യാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരളത്തിലെ BJPയുടെ വിജയം ഗൗരവത്തോടെ കാണണമെന്ന് K. രാധാകൃഷ്ണൻ MP. പുതിയ തലമുറയ്ക്ക് അനുഭവങ്ങൾ കുറവാണ്. പുതിയ സാഹചര്യത്തിൽ ഇടതുപക്ഷം എങ്ങനെ ഇടപെടണമെന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്നും പഴയ രീതികൾ മതിയോ എന്ന് ചർച്ച ചെയ്യണമെന്നും K. രാധാകൃഷ്ണൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം വിട്ടുപോകാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് BJP നേതാവും തിരുവനന്തപുരത്തെ BJPയുടെ ലോക്സഭാ സ്ഥാനാർത്ഥിയുമായിരുന്ന രാജീവ് ചന്ദ്രശേഖർ. തിരുവനന്തപുരത്തെ വോട്ടർമാർക്ക് നന്ദി പറഞ്ഞ അദ്ദേഹം തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് താൻ ഇനിയും പ്രവർത്തിക്കുമെന്നാണ് പ്രസംഗത്തിൽ പറഞ്ഞത്. 18ാം ലോക്സഭയുടെ ആദ്യ സമ്മേളനം ഇന്ന് തുടങ്ങും. ആദ്യ 2 ദിവസം അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് നടക്കുക. ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പിന്നാലെ കേന്ദ്രമന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യും. 4 മണിയോടെയാണ് കേരളത്തിലെ MPമാരുടെ സത്യപ്രതിജ്ഞ നടക്കുക. എറണാകുളത്ത് KSRTCയുടെ പുതിയ ബസ് സ്റ്റാൻഡ് നിർമ്മാണം ഉടൻ തുടങ്ങില്ലെന്നും സ്റ്റാൻഡ് നിർമ്മാണത്തിനായി കണ്ടെത്തിയത് ചതുപ്പ് നിലമാണെന്നും ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ. നികത്തിയെടുക്കാൻ കോടിക്കണക്കിന് രൂപ വേണ്ടിവരുമെന്നും ചതുപ്പെടുക്കാൻ പറ്റില്ലെന്നും മന്ത്രി പറഞ്ഞു. OR കേളുവിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പരസ്പരം മിണ്ടാതെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും മുഖ്യമന്ത്രി പിണറായി വിജയനും ചടങ്ങിൽ ഇരുവരും പരസ്പരം സംസാരിച്ചില്ല. അതേസമയം സത്യപ്രതിജ്ഞയ്ക്ക് ശേഷം ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരത്തിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പ്രതിപക്ഷ നേതാവും പങ്കെടുത്തു. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥിയായി രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയേക്കുമെന്ന സൂചന നൽകി വടകരയിലെ നിയുക്ത MP ഷാഫി പറമ്പിൽ. പാലക്കാട്ടെ ജനങ്ങൾക്ക് വേണ്ടി ശബ്ദമാകാൻ യുവനേതാവ് എത്തുമെന്ന് ഷാഫി പറമ്പിൽ പറഞ്ഞു. ഔദ്യോഗിക ചർച്ചകൾക്ക് ശേഷം ഉടൻ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. വയനാട് കേണിച്ചിറയിൽ 4 പശുക്കളെ ആക്രമിച്ചു കൊന്ന കടുവ കൂട്ടിലായി. കടുവയെ കൂടിവെച്ച് പിടികൂടാനായില്ലെങ്കിൽ മയക്കുവെടി വെച്ച് പിടികൂടാൻ വനംവകുപ്പ് ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ ഉത്തരവിറക്കുകയും വിവിധയിടങ്ങളിൽ കൂട് സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ പുലർച്ചെ 2 പശുക്കളെ കൊന്ന തൊഴുത്തിൽ രാത്രിയോടെ വീണ്ടും കടുവയെത്തിയ ദൃശ്യങ്ങൾ നേരത്തെ പുറത്തുവന്നിരുന്നു. 3 ദിവസത്തിനിടെ 4 പശുക്കളെയാണ് കടുവ കൊന്നത്.
കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. നീറ്റ് UG പരീക്ഷാ ക്രമക്കേടിൽ പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെന്ന് CBI. കേസിന്റെ അന്വേഷണത്തിനായി സംഘാംഗങ്ങൾ ബീഹാർ, ഗുജറാത്ത് സംസ്ഥാനങ്ങളിലേക്ക് യാത്ര തിരിച്ചു. NTA അടക്കം എല്ലാ സർക്കാർ സ്ഥാപനങ്ങളിലെയും ഉദ്യോഗസ്ഥരുടെ പങ്കും അന്വേഷണ പരിധിയിലുണ്ടെന്ന് CBI വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. വിവാദമായതിനെ തുടർന്ന് 1563 പേർക്കായി വീണ്ടും നടത്തിയ നീറ്റ് UG പരീക്ഷ എഴുതിയത് 813 പേർ മാത്രം. സുപ്രീം കോടതി വിധിയെ തുടർന്നാണ് ഗ്രേസ് മാർക്ക് നൽകപ്പെട്ട 1563 പേർക്കായി വീണ്ടും നീറ്റ് പരീക്ഷ നടത്തിയത്. അതേസമയം നീറ്റ് UG പരീക്ഷയിൽ ക്രമക്കേട് നടത്തിയ 63 വിദ്യാർത്ഥികളെ ഡീബാർ ചെയ്തതായി NTA അറിയിച്ചു. മാഫിയകൾക്കും അഴിമതിക്കാർക്കും രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനം തീറെഴുതി കൊടുത്തുവെന്നും കുട്ടികളുടെ ഭാവി യോഗ്യത ഇല്ലാത്തവരുടെയും അത്യാഗ്രഹികളുടെയും കയ്യിലെത്തിയതാണ് പേപ്പർ ചോർച്ചയ്ക്ക് കാരണമെന്നും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. പരീക്ഷ പോലും മര്യാദയ്ക്ക് നടത്താനാകാത്തവരാണ് BJP സർക്കാരെന്നും മോദി കാഴ്ച കണ്ടിരിക്കുകയാണെന്നും പ്രിയങ്ക ഗാന്ധി ആരോപിച്ചു. ഛത്തീസ്ഗഡിലെ സുക്മ ജില്ലയിൽ നക്സലൈറ്റുകൾ നടത്തിയ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ 2 ജവാന്മാർക്ക് വീരമൃത്യു. തിരുവനന്തപുരം നന്ദിയോട് പൊട്ടൻചിറ ഫാം ജംഗ്ഷനിൽ വിഷ്ണു, ശൈലേന്ദ്ര എന്നീ കമാൻഡോകളാണ് കൊല്ലപ്പെട്ടത്. കള്ളക്കുറിച്ചി വിഷമദ്യ ദുരന്തത്തിൽ ഇന്ത്യ സഖ്യത്തിനെതിരെ വിമർശനവുമായി BJP. പിന്നാക്ക വിഭാഗങ്ങൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലത്താണ് വിഷമദ്യ ദുരന്തമുണ്ടായതെന്നും എന്തുകൊണ്ടാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ ഇതിനെതിരെ സംസാരിക്കാത്തതെന്നും ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ രാഷ്ട്രീയം നോക്കിയാണോ മിണ്ടാതിരിക്കുന്നത് എന്നും BJP നേതാവ് സംബിത് പാത്ര ചോദിച്ചു. കഴിഞ്ഞ ദിവസത്തെ മഴയെ തുടർന്ന് 6 മാസം മുമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത അയോധ്യ ധാം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു. 20 മീറ്റർ നീളത്തിലാണ് മതിൽ പൊളിഞ്ഞു വീണത്. 240 കോടിയോളം രൂപ ചെലവിട്ടാണ് കെട്ടിടം പുതുക്കി പണിതത്. മതിൽ ഇടിഞ്ഞതോടെ അയോധ്യ നിർദ്ദയമായി കൊള്ളയടിക്കപ്പെട്ടെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് IP സിംഗ് പ്രതികരിച്ചു. എന്നാൽ മതിൽ അയോധ്യ ധാം സ്റ്റേഷന്റെ പ്രധാന കെട്ടിടത്തിന്റെ ഭാഗമല്ലെന്ന് റെയിൽവേ അധികൃതർ അറിയിച്ചു. മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ അരുണാചൽ പ്രദേശിൽ വൻ നാശനഷ്ടം. ഷിയോമിയ ജില്ലയിലെ മേച്ചുഖ മേഖലയിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത്. പ്രളയത്തിൽ 2 വൈദ്യുത നിലയങ്ങൾ പൂർണ്ണമായും തകരാറിലായതോടെ പ്രദേശത്തെ വൈദ്യുത വിതരണം തടസ്സപ്പെട്ടു. വൻ കൃഷിനാശമുണ്ടാവുകയും ഒട്ടേറെ വീടുകൾ ഒലിച്ചുപോവുകയും ചെയ്തിട്ടുണ്ട്. ദേശീയ ഉത്തേജക വിരുദ്ധ ഏജൻസിയുടെ നടപടിയെ തുടർന്ന് ബജ്രംഗ് പൂനിയയ്ക്ക് വീണ്ടും സസ്പെൻഷൻ. പരിശോധനയ്ക്കായി മൂത്ര സാമ്പിൾ നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ വീണ്ടും ബജ്രംഗ് പൂനിയയെ താൽക്കാലികമായി സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. സസ്പെൻഷനെതിരെ ജൂലൈ 11 വിശദീകരണം നൽകാനാണ് നാഡ ബജ്രംഗ് പൂനിയയ്ക്ക് അയച്ച നോട്ടീസിൽ ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ സൂപ്പർ 8-ൽ ഓസ്ട്രേലിയക്കെതിരായ മത്സരത്തിൽ അഫ്ഗാനിസ്ഥാന് 21 റൺസിന്റെ ചരിത്ര വിജയം. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഓസ്ട്രേലിയക്കെതിരെ അഫ്ഗാന്റെ ആദ്യ ജയമാണിത്. ആദ്യം ബാറ്റ് ചെയ്ത അഫ്ഗാൻ 6 വിക്കറ്റ് നഷ്ടത്തിൽ 148 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ഓസ്ട്രേലിയയ്ക്ക് 19.2 ഓവറിൽ 127 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. തോറ്റാൽ പുറത്താകുന്ന കളിയിൽ ജയിച്ചതോടെ അഫ്ഗാനിസ്ഥാൻ സെമി സാധ്യതകൾ സജീവമാക്കിയിരിക്കുകയാണ്. 2020 ക്രിക്കറ്റ് ലോകകപ്പിലെ സൂപ്പർ 8-ലെ മറ്റൊരു മത്സരത്തിൽ അമേരിക്കയെ 10 വിക്കറ്റിന് നിലംപരിശാക്കി ഇംഗ്ലണ്ട്. ആദ്യം ബാറ്റ് ചെയ്ത അമേരിക്ക 115 റൺസ് എടുക്കുന്നതിനിടെ എല്ലാവരും പുറത്തായി. ഹാട്രിക്കോടെ 4 വിക്കറ്റ് എടുത്ത ക്രിസ് ജോർദാനാണ് അമേരിക്കയെ തകർത്തെറിഞ്ഞത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ട് 38 പന്തിൽ 83 റൺസ് എടുത്ത ജോസ് ബട്ട്ലറുടെ മികവിൽ വിക്കറ്റൊന്നും നഷ്ടപ്പെടുത്താതെ ലക്ഷ്യത്തിലെത്തി. 2020 ലോകകപ്പ് സൂപ്പർ 8-ൽ ഇന്ത്യ ഇന്ന് ഓസ്ട്രേലിയയെ നേരിടും. സെമിഫൈനലിലേക്കുള്ള സുഗമമായ പ്രവേശനം ഉറപ്പാക്കണമെങ്കിൽ ഇന്ത്യക്ക് ഇന്ന് ജയിച്ചേ തീരൂ. യൂറോ കപ്പ് ഫുട്ബോളിൽ ജർമ്മനിയെ സമനിലയിലാക്കി സ്വിറ്റ്സർലാൻഡ്. ആദ്യ പകുതിയിലെ 28-ാം മിനിറ്റിൽ മുന്നിലെത്തിയ സ്വിറ്റ്സർലാൻഡിനെതിരെ സമനില ഗോൾ നേടാൻ ജർമ്മനിക്ക് ഇഞ്ചുറി ടൈം വരെ കാത്തിരിക്കേണ്ടി വന്നു. മറ്റൊരു മത്സരത്തിൽ സ്കോട്ട്ലൻഡിനെ ഏകപക്ഷീയമായ 1 ഗോളിനെ തോൽപ്പിച്ച് ഹംഗറി ഗ്രൂപ്പിൽ 3-ാം സ്ഥാനത്ത് ഫിനിഷ് ചെയ്തു. ഇതോടെ ജർമ്മനിയും സ്വിറ്റ്സർലാൻഡും ഗ്രൂപ്പിൽ നിന്ന് നോക്കൌട്ട് ഉറപ്പിച്ചു. കോപ്പ അമേരിക്കയിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ജമൈക്കയ്ക്കെതിരെ മെക്സിക്കോയ്ക്ക് 1 ഗോളിന്റെ വിജയം.
ഇന്ന് നടന്ന മത്സരത്തിൽ അമേരിക്ക ബൊളീവിയയെ 2 ഗോളിനാണ് തകർത്തത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.